വേദിയിലിരിക്കുന്ന ഐക്യ ജനാധിപത്യത്തിലൂടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ രണ്ട് വാക്ക് പറയണമെന്നുള്ളത് അനിലിനോടും കരീമിനോടും കൺവീനോടും പറയാണ്. ഒന്നുമില്ല, എല്ലാവരും മലയോർക്കന് 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ഐക്യ ജനാധിപത്യം വേണ്ടി അധികാരത്തിൽ വന്നാൽ നമ്മൾ ഈ നിയമങ്ങളൊക്കെ മാറ്റിമറിക്കും ഒക്കെ പറഞ്ഞു. എനിക്ക് നിങ്ങൾ പറയണത്, ഒന്ന് നാട്ടിക്ക് ആന ഇറങ്ങണ്, നാട്ടിക്ക് പുലി ഇറങ്ങണ്, നാട്ടിക്ക് പന്നി ഇറങ്ങണ്, അതിനേക്കാൾ അപ്പുറം തെരുവ് പട്ടികളും ഇതൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ്. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ, തെരുവ് പട്ടികളുടെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ അസംബ്ലിയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ മന്ത്രിന്റെ മറുപടി എന്താ അറിയുക? അതിനെ പിടിച്ചിട്ട് അതിനെ വന്ധീകരണം നടത്തി എവിടുന്നാണോ പിടിച്ചത് 5 ദിവസം കഴിഞ്ഞ് സെൽറ്ററിൽ നിന്ന് ഇവിടെ നിന്നാണോ പിടിച്ചത് ഇവിടെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഞാൻ മന്ത്രിനോട് തന്നെ, അതേ വന്ധീകരണം നടത്തിയ പെറൂലെന്നുള്ളു പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും സംശയം. അപ്പൊ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, ബഷീർ അതിന് മലയാളം പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പ്രസവം നോക്ക് മനസ്സിലാക്കി കൊടുത്താണ്. അവസാനം ഞാൻ മന്ത്രിനോട്, അത് തൊള്ളോണ്ടാണ് കടിച്ച, അല്ല വന്ധീകരണം നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ അതേമാതിരിയാണ് നമുക്ക് ഇതിനൊക്കെ ഒരു നിയമം ഉണ്ടാവണം. അതുപോലെ തന്നെ മലയോര മേഖലയിൽ നിങ്ങൾക്ക് മാത്രമല്ല, മലയോര മേഖലക്കൊക്കെ നമുക്ക് നാട്ടുകാർക്കൊക്കെ പ്രശ്നമാണ്. ഇവിടെ ചുങ്കത്തറ അങ്ങാടിക്ക്, ആമ്പാടത്ത്, എടക്കര അങ്ങാടിയിൽ ഒക്കെ ആന ഇറങ്ങുന്നില്ലേ? ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, അവനാനെ മക്കളെ ആക്രമിച്ചവത്ത അവനാന്റെ പെരീക്കൊന്ന നിങ്ങളെ നേരിട്ടോടി, ബാക്കിയൊക്കെ നമ്മൾ നോക്കിക്കോളാം. നിങ്ങൾ അതിനെങ്ങനെ വില പറയണമെന്നില്ല. അങ്ങനെ നിയമം പറഞ്ഞിട്ടൊന്നും നടക്കൂല. ആര് വിചാരിച്ചാൽ നടക്കുക? ഞാൻ ചോദിക്കട്ടെ, അവനാന്റെ കുട്ടിയെ നായിയാണ്ട് കടിച്ചിട്ടേ ആ നായനാണ് തച്ചു കൊന്നില്ലെങ്കിൽ അതിന് വേപ്പുണ്ടെന്ന് നമുക്ക് ആർക്കെല്ലാം അറിയാം. നമ്മൾ നിയമ കാര്യങ്ങളൊക്കെ നിരക്കടില്ല. അതുപോലെ തന്നെയാണ് ഈ ഫോറസ്റ്റിലെ പ്രശ്നങ്ങളും. ഇപ്പൊ ആരെങ്കിലും ഒരു കൂന് പറിച്ചാൻ പോയി, ഇപ്പൊ ഇന്നാള് കൂന് പറിച്ചാൻ പോയപ്പോ എന്തായി? പിന്നെ കരിയപുരത്ത് കരടി പോലെ പിടിച്ചു. സംഗതി പോലെ ഫോറസ്റ്റ് കയറിയത് അപകടം. പിന്നെ അതിന്റെ മഹസർ ആ കരടി 4 ആള് പോയി, 3 ആള് രക്ഷപ്പെട്ട്, ഒരുത്ത മരത്തമ്മ കയറി ഓന്റെ കാലുമ അത് കരടി കടിച്ച് അവിടെ നിന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ആൾക്കാർ രക്ഷപ്പെട്ട്. പിന്നെ ഫോറസ്റ്റുകാർ കൊണ്ടുപോകാണ് മോനെ അതിന്റെ മഹസർ ചെയ്താൽ മതി എവിടേക്ക്? ആ കാട്ടിൽ തന്നെ. ഞാൻ രാവിലെ വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോകണ്ടോ പറഞ്ഞു. കാരണം നമുക്ക് പോയപ്പോ ഫോറസ്റ്റുകാരെ മേലെ കരടി അടിച്ചാടി. എനിക്ക് സമാധാനമായി. കാരണം എന്താ വെച്ചാല്, കാരണം ഓരോന്ന് പഠിച്ചോണ്ട് ഈ വേദനയും ബുദ്ധിമുട്ടും എല്ലാവരും അറിയണം. ഇതിലൊന്നൊരു വിഷയമല്ല. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നാട്ടുകാരെ വികാരങ്ങൾ നേതാക്കന്മാരെ അറിയണം. അതുകൊണ്ടാണ് ഞാൻ അത് പച്ചയായിട്ട് പറയണമെന്നില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അല്ല എന്താ അറിയോ, ഇത് അവിടെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ വനനിയമം എന്താ, അത് തൽക്കാലം നിർത്തി വെച്ചിട്ടുള്ളൂ. നമ്മൾ പെരീന്നൊരു തേനുണ്ടാക്കി, ആ തേന് നിങ്ങൾ നൻപൂർ അങ്ങാടിക്ക് അല്ലെങ്കിൽ മഞ്ചേരി കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഇടവണ്ണ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പോയാൽ ഏതെങ്കിലും ഒരു ബീറ്റ് ഫോറസ്റ്റോ ഒരു ഗാർഡോ കണ്ടാല് ഓന് തോന്നാണ് അത് വനത്തുനിന്നാണ് ശേഖരിച്ചതാണ്. ഓന്റെ പേരിൽ കേസെടുത്തിട്ട് ഒരു ജാമ്യമില്ലാതെ ഓനെ അറസ്റ്റ് ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കാണി എവിടേക്കാണ് ഇതിന്റെ പോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഈ നിയമത്തിന് ഒരുപാട് അപാകതയുണ്ട്. പിന്നെ അഥവാ നമ്മളൊന്ന് പോയ ആരതാ? അത് പടച്ചോണ്ടാ. അത് പിന്നെ ഇപ്പൊ ഫോറസ്റ്റുകാരാ. ഇവിടെ ചാലിയാറിന് മീൻ പിടിച്ച ഫോറസ്റ്റുകാരന് കേസ് എടുക്കുക. ഏതൊരിക്കലും നിയമമാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി. എന്തെങ്കിലും തിന്നാൻ പറ്റുമോ? അപ്പൊ ഞമ്മക്ക് ഇതൊക്കെ മാറണം. ഇതൊക്കെ മാറണമെങ്കിലോ നിങ്ങളൊന്ന് ഉഷാറാകണം. ഐക്യ ജനാധിപത്യത്തിന് ആര്യാടൻ സാറേ 34 കൊല്ലം ഈ നിയോജക മണ്ഡലത്തിന്റെ MLA ആയിരുന്നു. 8 കൊല്ലം നമുക്ക് ഈ നിയോജക മണ്ഡലം നഷ്ടപ്പെട്ടു. ഐക്യ ജനാധിപത്യത്തിന് നിങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതെങ്ങനെ കഴിച്ചടിച്ചിട്ട് കാര്യമല്ല. ആ പോളിംഗ് ബൂത്ത് പോയിക്കാണ്ട് വോട്ട് ചെയ്യും വേണം. ആ നേരത്തെ ഇങ്ങനെ ഉടഞ്ഞിരിഞ്ഞാൻ പറ്റൂല. ആ നേരത്തെ ഉടഞ്ഞിരുന്നാൽ എനിക്കറിയാലോ എല്ലാവരും സ്വഭാവം. ഒപ്പം നടന്നുകാണ്ട് വള്ളി വെക്കും. ഇതെങ്ങനെ നടക്കുക? എങ്ങനെ നടക്കുക? ഇതിനേക്കാളും വലിയ ഇലക്ഷൻ നടന്നില്ലല്ലോ. ഇവിടെ ഭയങ്കര ശക്തമായ മത്സരം നടന്നില്ലേ? ഇവിടെ കോൺഗ്രസും ലീഗും ഒറ്റക്ക് നിന്നുകാട് മത്സരിച്ച് ആര്യാട് സാർ അപ്പുറത്ത് നിന്നുണ്ടായിരുന്നു. അന്നൊരു വോട്ടിന് കണക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാ ശക്തമായ മത്സരം വന്നപ്പോണ്ടായിരുന്നു. എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും കേരള കോൺഗ്രസോട് ഒരുമിച്ച് നിന്നുകൊണ്ട് വരാൻ പോകുന്ന സത്തുണ്ട് എതിരാളി നേരിടാൻ എല്ലാവരും കൂടെ നഷ്ടപ്പെട്ട നിലമ്പൂരിന്റെ പ്രതാപം തിരിച്ചു പിടിക്കാൻ ഈ മലയോര മേഖല ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി. ജയ്.